beautiful people, welcome back to my channel. നിങ്ങൾ ഈ ചാനൽ ആദ്യമാണെങ്കിൽ എൻ്റെ പേര് രേഖ തോമസ്. വെൽക്കം ടു മൈ വേൾഡ്. ലേക്ക് കൊമോയിലെ വരേന ആൻഡ് ബെല്ലാജിയോ കൂടാതെ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്ത മറ്റൊരു ടൗൺ ആണ് ബെല്ലാനോ. അവിടുത്തെ ഒരു നാച്ചുറൽ ഗോൾജൻ വാട്ടർഫോൾസ് ആണ് ഒറിഡോ ഡി ബെല്ലാനോ. സോ അവിടേക്ക് നമ്മുടെ എയർബിആൻബിയിൽ നിന്ന് ഒരു 17 മിനിറ്റ്സേ ഉള്ളൂ. എയർബിആൻബിയിൽ നിന്നുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്കാണ് ആദ്യം പോകുന്നത്. പിന്നെ മറ്റൊരു അട്രാക്ഷൻ ഞങ്ങൾ കാണാൻ പോകുന്നത് വൺ ഓഫ് ദ ഷോർട്ടസ്റ്റ് റിവേഴ്സ് ഇൻ ഇറ്റലിയാണ് ഫ്യൂമിലാറ്റെ എന്ന് പറഞ്ഞുള്ള റിവർ. സോ ആ റിവറിൽ നിന്ന് വരുന്ന ഒരു വാട്ടർഫോൾസ് ഉണ്ട്, അതും ഞങ്ങൾ കാണുന്നുണ്ട്. ഈ വാട്ടർഫോൾസ് നമുക്ക് സ്ട്രീറ്റിൽ നിന്ന് തന്നെ കാണാൻ പറ്റുന്നതാണ്. വരേന ടൗണിനടുത്താണ്. സോ അതുകൊണ്ട് നമ്മൾ ബെല്ലാനോ കഴിഞ്ഞ് വരേന വഴി നമുക്ക് ഈ പറഞ്ഞ വാട്ടർഫോൾസും കണ്ടൊക്കെ വരാനാണ് പ്ലാന്. ലേക്ക് കൊമോയിലെ ഒരു പോപ്പുലർ ഗ്യാസ് സ്റ്റേഷനാണിത്. സോ ഇവിടുന്ന് ഗ്യാസൊക്കെ അടിച്ചിട്ട് ടോട്ടൽ ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞപ്പം നമ്മൾ ബെല്ലാനോയിലെ ആ ഫേമസ് ചർച്ചിലെത്തി. അതിൻ്റെ ബാക്ക് സൈഡിലാണ് ഈ നാച്ചുറൽ ഗോൾജ് ആൻഡ് വാട്ടർഫോൾസ് ആയ ഒറിഡോ ഡി ബെല്ലാനോ. സോ ചർച്ചിൻ്റെ മുന്നിൽ നമുക്ക് വേണേൽ പാർക്ക് ചെയ്യാം. ടൈംഡ് പാർക്കിംഗ് ആണ്. ഇച്ചിരി പാടാണ്, കുറച്ച് പാർക്കിംഗ് സ്പോട്ടേ ഉള്ളൂ. എങ്ങനെയും ഒരു പാർക്കിംഗ് സ്പോട്ട് കിട്ടിയാൽ പിന്നെ നമുക്ക് ഈ പറഞ്ഞ സ്റ്റെപ്സ് കയറി നമ്മൾ പിന്നെ ഒരു ആലി ഇതുപോലൊരു ഏരിയയിൽ എത്തിയിട്ട് അങ്ങോട്ടാണ് നമ്മൾ ഒറിഡോ ഡി ബെല്ലാനോയുടെ ടിക്കറ്റ് കൗണ്ടറിലോട്ട് പോകുന്നത്. ഓൺലൈനിൽ കൂടെ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. സോ ഇങ്ങനെ സ്കാൻ ചെയ്ത് കയറുമ്പം അവരിങ്ങനെ സസ്പെൻഡഡ് വാക്ക് വേസ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കൂടെ ഈ വാട്ടർഫോൾസിൻ്റെയും ഈ തോട് പോലുള്ള ഈ ഗോൾജ് എന്ന് പറയുന്ന തോട് പോലുള്ള സ്ഥലത്തു കൂടെ ഒക്കെ അവരിങ്ങനെ സസ്പെൻഡഡ് വാക്ക് വേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ടെർക്കോയിസ് കളറാണ് കേട്ടോ ഈ വെള്ളത്തിന്, നല്ല രസമാണ് കാണാനായിട്ട്. പിയോവർന എന്ന് പറഞ്ഞൊരു റിവറിൽ നിന്നുള്ള വെള്ളച്ചാട്ടമാണ് ഇവിടെ കാണുന്നത്. ഒരു 1 അവറേലും വേണം നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് കറങ്ങുവാണെങ്കിൽ ഒരു 1 അവറേലും വേണം ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ആ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദവും അതിൽ നിന്നടിക്കുന്ന ആ ഒരു കൂൾ മിസ്റ്റും പാറകളുടെ ഇടയിൽ കൂടെ നടക്കുന്നതൊക്കെ ഒരു മാജിക്കൽ എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. ഒരു മസ്റ്റ് വിസിറ്റ് ആണ് വെൻ യു വിസിറ്റ് ലേക്ക് കൊമോ. ബെല്ലാജിയോ വ്ളോഗിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഈ വെള്ളച്ചാട്ടങ്ങൾ എൻ്റെ ഫേവറേറ്റ് ആണ്. സോ ഞങ്ങൾ അതുകൊണ്ട് ഇവിടെ കുറച്ച് നേരം നിന്നു. നല്ലൊരു കാം ഫീലിംഗ് ആണ് കേട്ടോ നമ്മളിവിടെ നിൽക്കുമ്പോഴത്തേന്. ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദവും പിന്നെ ഈ പച്ചപ്പും ടർക്കോയിസ് കളർ വാട്ടറും എല്ലാം കണ്ടു കഴിയുമ്പം നല്ലൊരു ഫീൽ ഗുഡ് മൊമെൻ്റ് ആണ് അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇവിടെ വരണം കേട്ടോ. ഈ ഏരിയയിൽ നിന്നുള്ള വ്യൂ ആണ് ഇൻക്രെഡിബിൾ. ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതലും ഒറിഡോ ഡി ബെല്ലാനോ ടൈപ്പ് ചെയ്യുമ്പം കാണുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ, നല്ലൊരു വ്യൂ ആണ് ഇവിടുന്ന്. അത് കഴിഞ്ഞ് ഞങ്ങൾ ആ ചർച്ചിൽ വന്ന് കുറച്ച് നേരം ഇരുന്നിട്ടൊക്കെയാണ് പിന്നെ അടുത്ത സ്ഥലത്തോട്ട് പോയത്. ഞങ്ങൾ ആദ്യമേ വിചാരിച്ചു തിരിച്ച് മഴ പെയ്യുന്ന കാരണം B&Bയിലോട്ട് പോകാമെന്ന്. പിന്നെ ഓർത്തു നമ്മൾ വേറെ റോഡ് എടുത്തിട്ട് വരേന വഴി നമുക്ക് ഇവിടെ വീട്ടിലോട്ട് തിരിച്ചു പോകാം എന്നുള്ളൊരു പ്ലാനിലാണ്. അപ്പം നമുക്ക് വേറൊരു വ്യൂ കിട്ടുമല്ലോ പോകുമ്പോഴത്തേനെ. സോ അത് കാരണം അങ്ങനെ ഞങ്ങൾ ഓപ്പോസിറ്റ് റോഡ് എടുത്ത് വരേന വഴിയാണിപ്പം B&Bയിലോട്ട് പോകാനുള്ള പ്ലാന്. ചെല്ലും കേട്ടോ, ഞങ്ങൾ പോകുന്ന വഴിക്ക് നിർത്തുന്ന ആൾക്കാരാന്ന് പറഞ്ഞല്ലോ ഓൾറെഡി. സോ ആ ഒരു അങ്ങനെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല മഞ്ഞൊക്കെ മൂടിയ ഈ മലകളൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. സോ
ഞങ്ങൾ ഉഴത്തിട്ടായിരുന്നു ഈ ഒരു ഡ്രൈവ്. ടണൽസാണ് കേട്ടോ. ഈ ഒരു ഏരിയയിൽ കൂടെ പോയിട്ട് അപ്പടി ടണൽസ് ആയിരുന്നു. പക്ഷെ രസമാണ്, ഒരു ഡിഫറെൻ്റ് ഒരു വ്യൂ ആണല്ലോ നമ്മളിങ്ങനെ കാണുന്നത്. ഇങ്ങനെ ഒന്നും കണ്ടിട്ട് നമ്മളിങ്ങനെ റെഗുലർ ലൈഫിൽ ഇങ്ങനെ കാണുന്നില്ലാത്തതുകൊണ്ട് രസമാണ്. ഇത് കണ്ടോ, ഇങ്ങനെ റിയൽ റോക്കിനകത്തോടെ തന്നെ പോകുന്ന പോലെയൊക്കെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഫീലാട്ടോ അത്. മറ്റേതൊക്കെ അവർ ഓൾറെഡി ബിൽഡ് ചെയ്തതാണ്, പക്ഷേ ഇതൊക്കെ ആ റോക്ക് അതിൻ്റെ ആ ഒരു ഫീല് കൊടുത്തോണ്ടാണ് അവരവിടെ ഇട്ടിരിക്കുന്നത്. അതൊക്കെ നല്ല രസമായിരുന്നു. അങ്ങനെ താണ്ട് ഇങ്ങനെ പോകുന്നു, മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ലേക്ക് കോമോയുടെ മനോഹാരിത നമ്മൾ മഴയിൽ കൂടെ കാണുകയാണ്. അങ്ങനെ നമ്മൾ വരാനയിലെത്തി. വരാന വ്ളോഗിൽ കാണിച്ചതുപോലെ ഈ സ്ട്രീറ്റ്സ് കൂടെ ഒക്കെ തന്നെയാണ് നമ്മൾ നടന്നത് വരാന എക്സ്പ്ലോർ ചെയ്ത ദിവസം. സോ നമ്മളിപ്പം പാർക്കിംഗ് ഗരാജ്, ഒറ്റൊരു പാർക്കിംഗ് ഗരാജേ ഉള്ളൂ ഈ വരേനയിൽ. അത് വില്ല മൊണാസ്ട്രിയുടെ ഓപ്പോസിറ്റ് ആണ്. സോ അങ്ങോട്ട് നമ്മൾ വണ്ടി ഇട്ടിട്ട് ലഞ്ച് കഴിക്കാമെന്ന് തീരുമാനിച്ചു. നമ്മൾ ഓൾറെഡി ഒരു ഇറ്റാലിയൻ ക്യുസീൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, കവാറ്റാപ്പി എന്ന് പറഞ്ഞുകൊണ്ട്. സോ വണ്ടി ഇട്ടിട്ട് നമ്മൾ നടന്നു പോകണം, കൊടയൊക്കെ പിടിച്ച് നടന്നു പോകാനുള്ള പ്ലാനാണ്. സോ എനിവേ ഈ കവാറ്റാപ്പിയിൽ അവർ ഈ ആലിയിലൊക്കെ ടേബിൾസൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് അതൊന്ന് ചെയ്യണമെന്നുണ്ടായിരുന്നു അവിടെ ചെല്ലുമ്പോൾ. സോ അത് കാരണം അവിടെ തന്നെ ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു. പിന്നെ നടക്കാൻ രസമാണല്ലോ മഴയത്ത്. കവാറ്റാപ്പിയിൽ ടേബിൾ റിസർവേഷൻ ഇല്ലാത്ത കാരണം നമ്മൾ ക്യൂ തന്നെ നിന്നാണ് അവിടെ ടേബിൾ കിട്ടിയത്. വലിയ മഴയില്ലാത്തത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ഇറങ്ങിയ സമയത്ത് മഴ ഒന്ന് ഒതുങ്ങിയായിരുന്നു, അതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഞാൻ യൂറോപ്പിലെ പല കൺട്രീസിലും നോട്ടീസ് ചെയ്തൊരു കാര്യമാണ്, നല്ലൊരു റെസ്റ്റോറൻറ്റ്, നല്ല റിവ്യൂസ് ഉള്ള റെസ്റ്റോറൻറ്റ് ആണെങ്കിൽ നമ്മൾ 1.5 മണിക്കൂർ വരെ നിന്ന് ഞങ്ങൾ കയറിയ സ്ഥലങ്ങളുണ്ട്. പാരീസിലൊക്കെ, ബാഴ്സലോണയിലും പാരീസിലും ഒക്കെ. കൂടുതലും പാരീസിലായിരുന്നു കേട്ടോ എൻ്റെ പൊന്നെ. 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെ കയറാൻ പറ്റിയിട്ടുള്ളത്. എനിവേ അതൊക്കെ ഒരു ഫണ്ണാണ്, ഞങ്ങൾക്കത് രസമാണ്. ഇവിടുന്ന് നല്ല ഫുഡ് കേട്ടോ. വൺ ഓഫ് ദ ബെസ്റ്റ് റെസ്റ്റോറൻറ്റ്സ് എന്ന് ഞാൻ പറഞ്ഞതിൽ ഉള്ളതാണ് ഇതും, പിന്നെ ആ ബെലാജിയോ സ്ട്രീറ്റിലുള്ളതും. ഇത് രണ്ടും അടിപൊളിയായിരുന്നു. ഞാൻ എന്തോ ഒരു ലാമ്പായിരുന്നു ഓർഡർ ചെയ്തത്, പിന്നെ എൻ്റെ ഫ്രണ്ട് സ്റ്റേക്കും. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ലാസ്റ്റ് ഡേ ആണല്ലോ, അപ്പം കുറച്ച് ഇറ്റാലിയൻ ഡെലിക്കസീസ്, ഇറ്റാലിയൻ ഡെസേർട്ട്സും കൂടെ, സ്നാക്സും ഡെസേർട്ട്സും ഒക്കെ നമുക്ക് റൂമിലോട്ട് കൊണ്ടുപോകാമെന്ന് ഓർത്തുകൊണ്ട് അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ബേക്കറിയിലൊക്കെ കയറിയാണ് പോയത്. ആ വ്യൂ കണ്ടോ? എനിക്കറിയത്തില്ല വീഡിയോയിൽ എത്ര ഭംഗിയാണോ എന്ന്, നേരിട്ട് കണ്ടപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. ഫുഡ് ഡേയൊക്കെ കഴിഞ്ഞ് തിരിച്ച് പാർക്കിംഗ് ഗരാജിലെത്തി. വണ്ടിയെടുത്ത് നമ്മൾ തിരിച്ച് ബിയാൻബിലോട്ട് ഇനിയും ഫൈനലി പോയേക്കാന്ന് ഓർത്തു, ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് ഓർത്തു. അങ്ങനെ വീണ്ടും ഞങ്ങൾ നമ്മുടെ യാത്ര തുടരുകയാണ്. പോകുന്ന വഴിക്ക് ഞങ്ങൾ നല്ലൊരു സ്പോട്ട് കണ്ടു. ഈ മലയും മഞ്ഞും വെള്ളവും എല്ലാം കൂടെ ഒന്നിച്ച് കാണുന്നൊരു സ്പോട്ട് കണ്ടു. പിന്നെ ഞങ്ങൾ അവിടെ ഒന്ന് നിർത്തി, മഴയാണേലും ഞങ്ങളൊന്ന് നിർത്തി ഒന്ന് കണ്ടിട്ടൊക്കെയാണ് യാത്ര കണ്ടിന്യൂ ചെയ്തത്. നമ്മൾ സ്ഥിരം പോകുന്ന സ്ട്രീറ്റ്സാണ് കേട്ടോ ഇതൊക്കെ. ഓൾസിയോ ടൗണിന് അടുത്തുള്ള ആ ഒരു സ്ട്രീറ്റാണ്. എൻ്റെ ദൈവമേ, ഈ ഒരു ദിവസം, ഈ മഴയുള്ളൊരു ദിവസം നമുക്ക് വേറൊരു വൈബായിരുന്നു. വേറൊരു സ്ഥലത്തൂടെ പോകുന്നൊരു ഫീലാണ് തന്നത് കേട്ടോ. അതൊരു നല്ല എക്സ്പീരിയൻസ് ആട്ടോ. ഞാൻ പറഞ്ഞില്ലേ, പല കൺട്രീസിലും ഞങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടാറുണ്ട്. ആ സെയിം സ്ഥലം വേറൊരു വ്യൂവിൽ കാണാൻ പറ്റുന്നുണ്ട്. സോ ഈവൻ നമ്മുടെ ആ കുഞ്ഞ് സ്ട്രീറ്റില്ലേ, ബിയാൻബിലോട്ട് കയറുന്ന കുഞ്ഞ് സ്ട്രീറ്റ്, അതും ഒരു വേറെ ലുക്കിലായിരുന്നു കേട്ടോ. നല്ലൊരു ഫീലായിരുന്നു അത് കണ്ടപ്പോഴത്തേന്.
that was such a wonderful experience, guys. മാസിമോ ഞങ്ങളുടെ BNB ഓണർ, പുള്ളി ഒരു പിയാനിസ്റ്റാണ്. ചർച്ചിലൊക്കെ മ്യൂസിക് പിയാനോ പ്ലേ ചെയ്യുന്ന ആളാണ്. നല്ലൊരു മനുഷ്യനാട്ടോ. ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും, അവിടെ എന്ത് കാണണം. ഈവൻ ദോ ഞങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടെങ്കിൽ പോലും പുള്ളി ഒരു ലോക്കൽ പറഞ്ഞു തരുന്ന ആ ഒരു വ്യൂ ഉണ്ടല്ലോ, അതെല്ലാം പറഞ്ഞു തരും. ലാസ്റ്റ് നൈറ്റ് അറ്റ് ദ BNB, ചെറിയ വിഷമത്തോടുകൂടി ഞങ്ങൾ ആ വ്യൂസൊക്കെ കണ്ടിങ്ങനെ ഇരുന്നു. പിന്നെ ഞങ്ങൾ ഡിന്നർ കഴിക്കാനായിട്ട് തൊട്ടടുത്ത് തന്നെ ക്രോട്ടോ എന്ന് പറഞ്ഞൊരു ഫാമിലി ഓൺഡ് റെസ്റ്റോറൻ്റ് ആണ്. സോ ഒരു നല്ലൊരു ഹോംലി ഫീലാട്ടോ. ഈവൻ അവരുടെ ആ ഒരു ലൊക്കേഷൻ പോലും നല്ല രസമായിട്ട് അവർ വെച്ചിരിക്കുന്നത്. ഞങ്ങൾ കുറേ അവർ അവിടെ തന്നെ നമുക്ക് ഉണ്ടാക്കി തരും ഫ്രഷായിട്ട്. നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് സമയം എടുക്കും കിട്ടാനായിട്ട്. അപ്പം ഗ്രിൽഡ് കുറേ മീറ്റ്സും പിന്നെ ഞാനൊരു ഫിഷും അങ്ങനെയെല്ലാം കൂടെ ഓർഡർ ചെയ്തത്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അവർ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി തരുന്നത് കാരണം നല്ല രസമായിരുന്നു. ഫുഡടി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ആ ഫിമിലാറ്റ വാട്ടർഫോൾസ് കാണാൻ മിസ്സായിരുന്നല്ലോ മഴ കാരണം. സോ അതുകൊണ്ട് ഞങ്ങൾ അത് കാണാനായിട്ട് ഡ്രൈവ് ചെയ്ത് പോയി. ഞങ്ങളുടെ ഐറ്റിനറിയിലുണ്ടായിരുന്ന ലാസ്റ്റ് പീസായിരുന്നു ആ ഫിമിലേറ്റ വാട്ടർഫോൾസ്. സോ അതും കണ്ടിട്ടാണ് ഞങ്ങൾ ആ നൈറ്റ് റാപ്പപ്പ് ചെയ്തത്, ഓർ ലാസ്റ്റ് നൈറ്റ് ഇൻ ഇറ്റലി റാപ്പപ്പ് ചെയ്തത്. സോ രാവിലെ എണീറ്റു ഞാൻ വീണ്ടും കാഴ്ചകളൊക്കെ കണ്ട് ലേക്ക് കൊമോയോടും ഇറ്റാലിയൻ ആൽപ്സിനോടൊക്കെ ബായ് പറഞ്ഞു. ഇത് കഴിഞ്ഞ് ഞങ്ങൾ പാക്കെല്ലാം ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങുവാണ് മിലാനിലോട്ട്. ഇവിടുന്ന് 1 മണിക്കൂറാണ് ഡ്രൈവ്. മൽപെൻസ എയർപോർട്ടിൽ കാറ് കൊടുത്തിട്ട് വേണം നമ്മൾ പിന്നെ തിരിച്ചു പോരുകയാണ്. ഒരു മണിക്കൂർ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞപ്പം നമ്മൾ മൽപെൻസ എയർപോർട്ടിലെത്തി. നമ്മൾ നമ്മുടെ കാറ് തിരിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് ആലിസ് പിസ്സ വളരെ ഫേമസ് അവിടെ. അവിടുന്ന് ഞങ്ങൾ അതും കൂടെ കഴിച്ചിട്ടാണ് പിന്നെ തിരിച്ച് ഫ്ലൈറ്റ് കയറിയത്. തിരിച്ചങ്ങനെ ഷിക്കാഗോയിലോട്ട് പോരുകയാണ്. അങ്ങനെ നല്ല മനോഹരമായൊരു ഇറ്റാലിയൻ ട്രിപ്പാണ് കഴിഞ്ഞത്. സോയാ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ബൈ ഫ്രം രേഖ തോമസ്. Una fossa en la montaña, bella ciao, bella ciao.